ത്രിയേക ദൈവത്തിന് സ്തുതി. പെസഹ അഥവാ പാസ് എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകുക എന്നതാണ്. മിസ്രൈമിലെ അടിമയുടെ കാലത്ത് സംഹാരദൂതൻ ഇസ്രയേൽ കുടുംബത്തിലെ ആദിയാതന്മാരെ സംഹരിക്കാതെ മിസ്രൈമിൻ പ്രഥമ യാതന്മാരെ സംഹരിച്ചപ്പോൾ ഇസ്രയേലിലെ ഫറവോ രാജാവ് വിടർത്തിയ സംഭവത്തെ സ്മരിക്കുന്നതിനായി ആഘോഷിക്കുന്ന യൂതന്മാരുടെ ഒരു വലിയ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. യഹൂദന്മാരുടെ വലിയ 3 പെരുന്നാളുകളാണ് പെസഹ പെരുന്നാളും പെന്തിക്കോസ്തി പെരുന്നാളും കൂടാര പെരുന്നാളും. പെസഹ പെരുന്നാളിൽ യഹൂദർ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ആണെങ്കിലും യെരുശലേമിൽ വരിക പതിവായിരുന്നു. പെസഹ പെരുന്നാളിനെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളെന്നും വിളിക്കാറുണ്ട്. നീസാൻ മാസം 14-ാം തീയതി മുതൽ 7 ദിവസത്തേക്ക് ഈ പെരുന്നാൾ ആചരിച്ചു വരുന്നു. കുഞ്ഞാടിനെ ബലി കഴിക്കുക, അതിൻ്റെ മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പും ചീരയോടും കൂടി ഭക്ഷിച്ച് സങ്കീർത്തനങ്ങൾ ആലപിക്കുക, വീഞ്ഞ് പാനം ചെയ്യുക തുടങ്ങിയ ചടങ്ങുകൾ ഈ ആഘോഷങ്ങളിലുണ്ട്. യഹോവയിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെ അവർ നന്ദിയോടെ സ്വത്വത്തോടുകൂടി സ്മരിക്കുന്ന ഈ പെരുന്നാൾ അതിനുവേണ്ടിയാണ് ആചരിക്കുന്നത്. പെസഹ പെരുന്നാളിൽ യേശുക്രിസ്തു പന്തിരുവരോടുകൂടി പന്തിക്കിരിക്കുന്നു. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന നിമിഷത്തെയും ആളിനെയും അവിടെ വച്ച് യേശുക്രിസ്തു പരാമർശിക്കുന്നുണ്ട്. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് എൻ്റെ ശരീരം എന്ന് അരുളി ചെയ്തു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് നൽകി. ഇത് അനേകർക്കു വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് യേശുക്രിസ്തു പറഞ്ഞു. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതിയതായി അനുഭവിക്കും നാൾ വരെ ഞാൻ അത് ഇനി അനുഭവിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 17 മുതൽ ഇത് വിവരിക്കുന്നുണ്ട്. ഈ അപ്പ ഞുറുക്കൽ മൂലം കർത്താവ് തൻ്റെ കർത്തവ്യമായ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വ്യക്തമാക്കുകയായിരുന്നു. ഇതുമൂലം മറ്റു യാഗങ്ങൾ കാലഹരണപ്പെടുകയും യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗം മനുഷ്യവർഗത്തിൻ്റെ പാപവിമോചനത്തിന് കാരണമാകുകയും ചെയ്തു. ക്രിസ്ത്യാനികൾ പെസഹ ദിവസം ഒന്നായി ഇതുകൊണ്ടാണ് പെസഹ കുർബാന അനുഭവിച്ച് കർത്താവിനെ അംശീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ പെസഹ പെരുന്നാളിൽ നവ അനുഭവം നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. ഗുഡ് തോട്ട്സ് എന്ന അഥവാ സച്ചിന്തകൾ എന്ന ഈ ചാനലിൽ അടുത്ത എപ്പിസോഡുകൾ ലഭിക്കുന്നതിനായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിർത്തട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. പെസഹ അഥവാ